കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ 20% വരെ വോട്ട് വളർത്തിയതിന് ശേഷമാണ് പുതിയ നേതൃത്വത്തെ പാർട്ടിയുടെ സംസ്ഥാന ചുമതല ഏൽപ്പിക്കുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതുവരെയുള്ള നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് തന്റേതായ ഒരു സംവിധാനം, അത് വികസനത്തിന്റെ വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റേതായ പ്രചാരണ സംവിധാനം, അങ്ങനെയുള്ള ഒരു മൊത്തത്തിലുള്ള മാറ്റം വരുമ്പോൾ പഴയ നേതൃത്വവുമായി, ഇപ്പോൾ നമ്മൾ സർക്കാരുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പോലെ പഴയ നേതൃത്വവുമായി അണികൾ അറിയാതെ താരതമ്യം ചെയ്തു പോകില്ലേ പ്രസാദ്? ഉറപ്പായും സുജയ, നമുക്കറിയാവുന്നതുപോലെ CPIM-ന്റെ സംഘടനാ രീതി പോലെ തന്നെ BJP-യുടെ സംഘടനാ രീതി പലപ്പോഴും എല്ലാവരും എടുത്തു പറയുന്നതാണ്. കൃത്യമായ ഒരു സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കൃത്യമായി മുകളിൽ നിന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ഘടകത്തെ ചലിപ്പിക്കാനുള്ള ഒരു സംവിധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM പോലെ തന്നെ BJP-യും. കേരളത്തിലെ BJP-യിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അധ്യക്ഷൻ ഉള്ള സമയം വരെയും കൃത്യമായി അത്തരം കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. BJP-യിലെ ഗ്രൂപ്പ് വഴക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല പല പക്ഷങ്ങളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം പോരടിക്കുമ്പോഴും ആ നേതാക്കളെല്ലാം മുഖ്യധാരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സുജയ. അതിപ്പോൾ കെ സുരേന്ദ്രനായാലും തൊട്ടുമുമ്പുള്ള പ്രസിഡന്റ് വി മുരളീധരനായാലും അതിനു മുമ്പുള്ള PK കൃഷ്ണദാസ് ആയാലും കുമ്മനം രാജശേഖരനായാലും ഈ നേതാക്കളെല്ലാം തന്നെ എല്ലാ രംഗത്തും മുഖ്യധാരയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ MT രമേശിനെ കാണാനില്ല, സുരേന്ദ്രനില്ല, വി മുരളീധരനില്ല, കുമ്മനം രാജശേഖരനില്ല. എല്ലാവരും അപ്രസക്തരാവുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാന BJP-യിൽ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ BJP-യുടെ ഏറ്റവും താഴെ ഘടകത്തിലുള്ള വീടുകളിൽ കയറി വോട്ട് തേടേണ്ട, വീടുകളിൽ കയറി സംഘടനാ പ്രവർത്തനം നടത്തേണ്ട പ്രവർത്തകരെല്ലാം നിരാശരാണ് എന്ന വിവരങ്ങളാണ് ഇതിൽ പുറത്തേക്ക് വരുന്നത് എന്നതാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമൊക്കെ നടത്തിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ BJP-യുടെ അമരത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ദേശീയ നേതൃത്വം കരുതിയത് കേരളത്തിൽ അപ്പാടെ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് വലിയ തിരിച്ചടിയാണ് അടുത്ത ദിവസങ്ങളിലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കളുടെ ഒരു സജീവത സംസ്ഥാനത്ത് എവിടെയും കാണാനില്ല. പലപ്പോഴും ഒരു പ്രതികരണങ്ങൾ പോലും അവരുടേതായി മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് വരണം. അതുപോലെ തന്നെ മുൻ അധ്യക്ഷന്മാരുടെയും പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. സംസ്ഥാനത്ത് പടിപടിയായി വളർച്ച കൈവരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ മാറുമ്പോൾ പാർട്ടി സംവിധാനമാകെ നിഷ്ക്രിയമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അതിനൊരു പരിഹാരം കാണേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അങ്ങനെയുള്ള ഇടപെടലുകൾ ഈ സാഹചര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഉണ്ടാകുമെന്നും നമുക്ക് കരുതാം. തിരിച്ചെത്താം.